അവിടെ ഷോൺ ജോർജിന് ചില സാധ്യതകൾ ഉണ്ടായിരുന്നു, ജയിക്കുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല, പക്ഷെ വലിയ ഒട്ടുപിടിക്കാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. ആ സാധ്യതകളെ പക്ഷേ FCRA കെടുത്തി കളഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ PC ജോർജിന്റെ ആ ഒരു പ്രസ്താവനയെ ഷോൺ ജോർജ് തിരുത്തി പറഞ്ഞിട്ടുണ്ട്. അല്ല, PC ജോർജിന്റെ പ്രസ്താവന ഇനിയിപ്പോ ഉണ്ടായാലും ഇല്ലെങ്കിലും, PC ജോർജ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഷപ്പുമാർക്ക് വേറെ പണിയില്ലാഞ്ഞിട്ടാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ആകെ 2.5% ഇന്ത്യയിലുള്ളൂ. അതുപോലെ തന്നെ ആകെ ഇവിടെ മറ്റേ ഇവരെ എടുത്ത് BJP എടുത്ത് ചുമന്നുകൊണ്ട് കിടക്കാണ്, BJPക്ക് ഭ്രാന്തായിട്ടാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അത് PC ജോർജ് പറഞ്ഞു. അത് PC ജോർജ് പറഞ്ഞാലും ഇല്ലെങ്കിലും FCRA തീർച്ചയായിട്ടും അവിടെ എഫക്റ്റീവ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തന്നെ. കാരണം സഭകളെ സംബന്ധിച്ചോളം ഇപ്പൊ ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ടതോ അല്ലെങ്കിൽ മണിപ്പൂരിൽ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നതിനേക്കാളൊക്കെയോ ഏറ്റവും കൂടുതൽ അവരെ ബാധിക്കാൻ പോകുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും അവരുടെ സ്വത്തുകളും അതുപോലെ അവർക്ക് വന്നുകൊണ്ടിരിക്കുന്ന പണവും അതിന്റെ പുറത്തുണ്ടാകുന്ന റെസ്ട്രിക്ഷൻസും ആണ്. കേരളത്തിൽ തന്നെ 1000-ലധികം വരുന്ന FCRA ലൈസൻസുകളുണ്ട്. ആ ലൈസൻസുകളിൽ ഒരു വലിയ ഭാഗം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കാണ്. അപ്പൊ ആ ഫണ്ട് വരവ് തടസ്സപ്പെടുത്തുന്ന അവരുടെ വേണമെങ്കിൽ ആ ലൈസൻസ് ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, ലൈസൻസ് വൈകിപ്പിച്ചാൽ പോലും മുൻകാല പ്രാബല്യത്തോടുകൂടി, അതായത് 4-5 കൊല്ലം മുമ്പുള്ള വേണമെങ്കിൽ അത് ഇത് പിടിച്ചെടുക്കാമെന്നൊക്കെ പറയുന്ന നിയമം അവരെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പൊ അത് തന്നെ നാളെ അവർക്കെതിരെ ഒരു ആയുധമായി ഉപയോഗിക്കപ്പെടാന്നുള്ളതാണ് പ്രശ്നം. ആ പ്രശ്നം ഷോൺ ജോർജിനെ അവിടെ വലിയ തോതിൽ ബാധിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം.